മറ്റേ ഇതിന്റെ കഥ പറയടാ. ഏത് മറ്റേ വംശമാണ്, രാജവംശമാണ് അത് പറ. ചേര രാജക്കം. മൂർഖൻ പോയണത്. നമ്മുടെ സീസൺ മാറി. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മഡ് റൈസ് ആണോ അത്? ഇന്ന് ശിവരാത്രിയായിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ ശിവക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ശിവരാത്രിയായിട്ട് ശിവന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഉറക്കൊളിക്കാൻ വേണ്ടി വന്നു. അതെ, അപ്പോൾ ഓരോ ശിവക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞു. അതെ, പക്ഷെ നമ്മളെന്തിനാ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്? കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം പണ്ട് ശിവക്ഷേത്രം, അതിൽ ശിവന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ കേട്ടിട്ടില്ലേ അത്? അതെ, ബേസിക്കലി ഒരു ശിവക്ഷേത്രം തന്നെയാണെന്ന്. അതെ അതെ അതെ. പിന്നീട് ഭഗവതി വന്ന് ഇവിടെ പരാശക്തി പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും അതിനുശേഷം കർണകി വന്ന് അതിലേക്ക് ലയിച്ച് ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാം. ഈ ശിവരാത്രിയുടെ പ്രത്യേകത എന്താ പറയും? അത് അറിയണം. അത് കുറേ കഥകളുണ്ട്, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഒരു കാര്യം പറയട്ടെ ഞാൻ, അതായത് പണ്ട് ദേവന്മാർക്ക് ജരാനര ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ചെറുപ്പം യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മച്ചാന്മാർ അസുരന്മാരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പാലാഴി കടഞ്ഞപ്പോൾ മറ്റേ അമൃത് കിട്ടാൻ, അതെ, മല പാമ്പിന് വെച്ചിട്ട് കടഞ്ഞ കഥയല്ലേ? അതെ അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് ആദ്യം പൊങ്ങി വന്നത് ഈ പറഞ്ഞ കാളകൂട വിഷമാണ്. അതിനുശേഷമാണ് അമൃതം വന്നത്. കാളകൂട വിഷം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ നഷ്ടപ്പെട്ടു. ഭൂമി എന്നല്ല കേട്ടോ, ഈ പ്രപഞ്ചം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളുടെ ഐതിഹ്യത്തിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ നശിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയും മഹാവിഷ്ണു ബ്രഹ്മാവും കൂടിയിട്ട് അത് ശിവനിലേക്ക് ചെന്ന് പറയുകയും അവസാനം ശിവൻ രക്ഷകനായിട്ട് വന്നു. മഹാദേവൻ വന്ന് അത് അങ്ങോട്ട് വിഴുങ്ങി ഒറ്റ വലിക്ക് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുടിക്കുക ചെയ്തത്. കുടിച്ചു കഴിഞ്ഞപ്പോൾ പാർവതിദേവിക്ക് ടെൻഷനായി. അയ്യോ, അത് ഇനിയിപ്പോൾ ശിവൻ മരിച്ചു പോകുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനായി കഴിഞ്ഞപ്പോൾ പാർവതിദേവി കയറി കുരക്കിന് പിടിച്ചു. ശിവന്റെ കുരക്കിന് കയറി പിടിച്ചു. അപ്പോൾ തുപ്പാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു പോയിട്ട് ശിവന്റെ വായും പൊത്തി. അങ്ങനെ ആ വിഷം അവിടെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് നീലകണ്ഠൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇനി ആ വിഷം ഉള്ളിലേക്ക് ചെന്ന് ഭഗവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്ന് ചിന്തിച്ചിട്ട് ദേവന്മാരെല്ലാവരും കൂടി അന്ന് ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വ്രതമനുഷ്ഠിച്ച് കാത്തിരുന്നു, ഉറക്കൊളിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ചെറിയൊരു ഐതിഹ്യം. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം നമുക്ക് അടുത്ത അമ്പലത്തിൽ ചെന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ടേ, ഈ മുതലിനെ ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂ? എന്തെങ്കിലും ആവശ്യത്തിന് ആ വഴിക്ക് അങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ കാണാൻ പറ്റില്ല. പിന്നെ വിളിച്ചുണ്ട്. അതെ, ശരിക്കും കാണുമ്പോൾ ഇതിന്റെ കൊമ്പ് മാത്രമേ കാണുള്ളൂ. ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് നോക്കി ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ജീവന് ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല. വെളിച്ചുള്ളടത്ത് പാർക്ക് ചെയ്യണം അല്ലേ? ഞാനൊക്കെ എന്താ കറക്റ്റ് അവനാവശ്യമില്ലാത്ത കുറച്ച് സംശയങ്ങളുണ്ട്. ആരൊക്കെ എന്താ കറുപ്പ് നിറം, പിന്നെ എന്താ വവ്വാലെന്താ തലകുത്തി കിടക്കണേ, അങ്ങനെയുള്ള ഒരുപാട് തമാശകളായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അവന്. ഇത് ശൃംഗപുരം
ശിവക്ഷേത്രമാണ്. അതായത് 108 പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് ഈ ശൃംഗപുരം ക്ഷേത്രം. ചോളന്മാരുടെ എന്തോ ഒരു സമ്പ്രദായമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചോളന്മാരുടെ വകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് രാജരാജ ചോളനാണോ മറ്റേയാളാണോ? ചോളന്മാരാണോ അല്ലെങ്കിൽ ചേരന്മാരാണോ? ചേരന്മാരോ ചോളന്മാരോ അത് ഡീറ്റെയിൽ ആയിട്ട് ഇവൻ പറഞ്ഞു തരും. നീ പറഞ്ഞു കൊടുക്കണം. ഇവൻ പറഞ്ഞു തരും കേട്ടോ. ചേരമാമ്പള്ളി ഉണ്ട് കൊടുങ്ങല്ലൂര്. പക്ഷെ ഇതിന്റെ സ്ഥാപകർ ആരാണെന്നുള്ളത് ഇവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കൊടുക്കണേ. അപ്പോൾ ശൃംഗപുരം ശിവക്ഷേത്രം കഴിഞ്ഞു. ഇനി അടുത്തത് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രമാണ്. അവിടെ 36 33 പ്രതിഷ്ഠയുണ്ട്. നോക്കാം. ഒന്നക്കൽ ശിവനൊക്കെ ഉണ്ട്. പോയി കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ചേരമാമ്പള്ളി, കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം പള്ളി. കൊടുങ്ങല്ലൂരിന്റെ ഇന്ത്യയിലെ ഏഷ്യയില് ആദ്യത്തെ പള്ളി കേട്ടത് ചേരമാൻ പള്ളി, മുസ്ലിം പള്ളി. ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ പള്ളി. ഗംഭീര തിരക്കടാ. ഇവിടെ ആനയുണ്ട് കേട്ടോ. എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഉണ്ടാവും ആന. ആന എവിടെ കാണാൻ പറ്റുക? ഇരുട്ടത്തുണ്ടാവും. ശരിക്കും ആനനെ വിളിച്ചതല്ലേ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആൾക്കാർ കൂടില്ല, ആൾക്കാർ കാണാൻ വരില്ലേ? ആൾക്കാരെ ചവിട്ടിക്കൊന്നാലും കുഴപ്പമില്ല. കെട്ടിയിട്ടുണ്ടല്ലോ. വാ. വേഗത ദൃഷ്ടായി കണ്ണിന് മുമ്പിൽ കാണാൻ സാധിച്ചു. ഇത് വലിയ സീനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ 3 ആനേനെ അമ്പലത്തിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആനനെ വെളിച്ചത്തിലുണ്ട്, കാണാൻ പറ്റത്തില്ല. ആന അങ്ങോട്ട് തിരിഞ്ഞു. എന്ത് പിണക്കത്തിലാന്ന് തോന്നുന്നു. അങ്ങോട്ട് തിരിഞ്ഞിട്ടാ നിക്കണേ. നോക്കി. അതെന്താ അങ്ങോട്ട് തിരിയാത്താന? പിണക്കാന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് മൊത്തം ഇങ്ങനെയുള്ള അവസ്ഥ. അതെ അതെ. അവിടെ ചെന്ന് പാർക്കില് ഇവിടെ പുറംതിരിഞ്ഞിരിക്കുന്ന ആന കൊള്ളാം. മതില് കാണാൻ നിൽക്കാൻ എനിക്ക് വേണേ നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പാപ്പാന്മാർ മുള്ളുണ്ട്. ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് കാണാം. നീ നേരത്തെ പറഞ്ഞ മറ്റേ സാധനം ഏതാ? ഇത് ഒരു സാധനം ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞില്ല. അത് ഏതാ അറിയില്ലേ? ഇല്ല, പഠിച്ചിട്ട് വേണ്ട. ഞാൻ വേണേ ഐരാവതത്തിനെ പറ്റി പറയാം. വേണ്ട വേണ്ട എന്നാ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ സാധനല്ലേ കൊന്നക്കൽ ശിവൻ, അതാണ് ഈ കാണുന്നത്. അതായത് നിത്യ കൊന്ന. ഇവിടെ എപ്പോഴും ഈ കൊന്നപ്പൂ ഉണ്ടാവത്രേ. അതിന്റെ കീഴില് താഴെ ശിവനുണ്ട്. അങ്ങനെയാണ് കൊന്നക്കൽ ശിവൻ എന്ന് പേര് വന്നത്. കണ്ട കൊന്ന പൂത്തിക്കണോ? കണ്ട 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 കൊന്നപ്പൂ കണ്ടോ മോനെ? കണ്ടടാ, കാണുന്നേ കൊന്നപ്പൂ. അതെ അതെ. ഇവന്റെ നടത്തം ശരിയല്ല, ഇവന്റെ നടത്തം ശരിയല്ല. ഒന്ന് മുതലേ മോനെ. അയ്യോ നെഞ്ചത്തേക്കാണോ? അയ്യോ അയ്യോ അയ്യോ. ഞാൻ ഏട്ടം പറഞ്ഞു മനസ്സിലാക്കാനാ. തിരുവഞ്ചിക്കുളം. ഇതാണോ ഈ കുളം? ആയിരിക്കാം. കുറച്ച് നീങ്ങി നിൽക്കാം. അവൻ്റെ നിപ്പത് ശരിയല്ല കേട്ടോ.
അപ്പോൾ സമയം വൈകി, ഞങ്ങൾ വിചാരിച്ച പോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയില്ല. എന്നിരുന്നാലും ശൃംഗപുരം, കൊടുങ്ങല്ലൂർ, അതേപോലെ തന്നെ തിരുവഞ്ചിക്കുളം. തിരുവഞ്ചിക്കുളം ഗംഭീര തിരക്കായിരുന്നു. അതെ, അവിടെ നമ്മളെ പിടിച്ചു നിർത്തി. തിരുവഞ്ചിക്കുളം ഞങ്ങളെ പിടിച്ചു നിർത്തി. അവിടെ പ്രത്യേകിച്ച് ശിവാസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹാരിഷേട്ടൻ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ നിന്നു. പിന്നെ ശിവരാത്രി ഇത് മാത്രമല്ല, വേറെ ഏതാ കല്യാണം, വേറെ എന്താ സംഭവം അറിയാം? അതെ, ഒരു കഥ കൊണ്ട് ചേട്ടാ പറയാന്ന് പറഞ്ഞു. ശിവരാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവപാർവതി സംഗമമാണെന്ന് പറയുന്നത്. ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് ശിവരാത്രി എന്നും സങ്കല്പമുണ്ട് കേട്ടോ. ഇതൊന്നുമല്ലാതെ ഈ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അത് ഒരേ ലൈനിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ചന്ദ്രനെ ശരിക്കും മനസ്സിനെ, ആസ്ട്രോളജിക്കലി മനസ്സിനെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. മനോബുദ്ധി പ്രസാദ ദേഹകാന്തി രുദ്ര നിശാ സൗഖ്യ എന്നൊക്കെ പറയുന്ന ഒരു പ്രമാണം അനുസരിച്ച് ഏറ്റവും കൂടുതൽ കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം ചന്ദ്രനാണ്. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് ഈ ടൈഡ്സ് ഫോം ആവുന്നത്. അത് വേലിയാക്കം, വേലിയേറ്റം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതായത് ഭൂമിയിലെ ജലനിരപ്പ് ഉയരുന്നതും താഴുന്നതൊക്കെ ഈ ചന്ദ്രൻ്റെ ഭാവിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ ഭൂമിയിലുള്ളതും 70% വെള്ളമാണ്. നമ്മുടെ ശരീരത്തിലും ഓരോ മനുഷ്യന്മാരുടെ ശരീരത്തിലുള്ളതും ഏകദേശം 70 to 80% വെള്ളം തന്നെയാണ്, രക്തമൊക്കെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു പ്രത്യേക ഈ ശിവരാത്രി സമയത്തെങ്കിൽ ഈ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അതേ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിനുണ്ടാവും. സോ ആ സമയത്ത് നമ്മളിങ്ങനെ ഒരു ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്രതശുദ്ധിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് മാറ്റം ചെയ്യും. നമ്മുടെ ഫിസിക്കലിലും മെൻ്റലിയും ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടതല്ല, കാരണം ഈ ഒരു എനർജി ഫ്ലോ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അതായത് ഈ ചന്ദ്രൻ്റെ മാറ്റം അനുസരിച്ച് നമ്മുടെ ശരീരത്തിലും എനർജി സോഴ്സ് ഒരു ഫ്ലോ ഉണ്ടാവും. ഈ ഫ്ലോ എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ് വരിക. അതുകൊണ്ട് ഈ രാത്രി നമ്മൾ കിടക്കാൻ പാടില്ല എന്ന് പറയാം, നമ്മൾ ഇരിക്കണം എന്ന് പറയണേ. വെർട്ടിക്കലായിട്ട് നമ്മുടെ സ്പൈനൽ കോഡ്, നട്ടെല്ല് വെർട്ടിക്കലായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി ഫ്ലോ ഇങ്ങനെ നേരെ മുകളിലേക്ക് കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശിവരാത്രിയോട് ബേസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ശിവരാത്രി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഞങ്ങൾ പാർവതി ഹര ഹര മഹാദേവ. മറ്റേ ഇതിന്റെ കഥ പറയടാ, ശൃംഗപുരത്തിന്റെ ഏത് മറ്റേ വംശമാണ്, രാജവംശമാണ് അത് പറ. ചേര രാജക്കം, പോയത് ചേര ഡൈനാസ്റ്റി അല്ലേ? അതെ അതെ അല്ലേ? അതെ അതെ. അയ്യോ എന്റെ പേരും പറഞ്ഞല്ലോ ചേട്ടൻ. രാജരാജ രാജശേഖരനോ അങ്ങനെ എന്തോ ഒരാള്. അത് കിട്ടിയിട്ടില്ലേ? അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബൈ.